എനിക്ക് പേടിയാവണു ഗണപതി. മുതലാളി പേടിക്കാതെ, ഞങ്ങളല്ലേ. ഇവിടെ 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 ഒന്ന് വേഗം വിടാ കൂട്ടാ. നമ്മളെ പിടിക്കാനല്ലടാ. ലക്ഷ്മി അവന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിനാ ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. പാറ അടിച്ചു പൊട്ടിക്കുന്ന പോലെ അല്ലയോ സാറവന്റെ തല അടിച്ചു പൊട്ടിച്ചത്. എന്തുമാത്രം ചുവന്ന കട്ട ചോരയാ പോയത്. എന്റെ ഈശ്വരാ, അവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ. ആരെ കണ്ടു മുട്ടുന്നു? ഞാൻ തുറക്കാം.
ഞാനാ അതെ, രക്തം പുരണ്ട തുണികളും അവന്റെ തലക്കടിച്ച കമ്പിയും ഭദ്രമായിട്ട് സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്. സമാധാനം, ഇനി പേടിക്കാനൊന്നുമില്ല. അവൻ അന്വേഷിച്ച് ബന്ധുക്കൾ ആരെങ്കിലും വന്നാലോ? എക്സ്ക്യൂസ് മീ സാർ, മണ്ടത്തരം പറയരുത്. അവന്റെ ബന്ധുക്കൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇത് അവന്റെ അമ്മായിയച്ഛന്റെ വീടാണോ? അല്ലല്ലോ. ആരും ഒന്ന് ചോദിച്ചാലും ഇങ്ങനെ ഒരാളെ അറിയ പോലുമില്ലെന്ന് പറഞ്ഞാൽ മതി. ഡ്രൈവർ ആണെങ്കിൽ അവന് ചിലപ്പോഴൊക്കെ ബുദ്ധി വരും. ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. മുതലാളിയും കുടിക്കാനെ സാറും കുടിക്കാനെ. അയ്യടാ, നീ എങ്ങനെ കയ്യെഴുതാൻ നോക്കണ്ട. കൊല നടത്തിയ സാറാണെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട്. ആരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ നമ്മൾ 3 പേര് അകത്താകും. അവനെടുത്തോളൂ. ഉണ്ട്. ഹലോ, യെസ്, അതെ, ഉണ്ട് സാർ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിണ്ടരുത്, നമ്മൾ അകത്താവും. ഞാൻ എന്താ പറയണ്ടേ? എന്തെങ്കിലും പറ. ഞാനാ പണിക്കർ. ഇന്നലെ രാത്രി വീട്ടിലില്ലായിരുന്നു അല്ലേ? ഇന്നലെ രാത്രി ഒരിടത്തും പോയില്ല സാർ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയാണ് സത്യം. പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പോ നിങ്ങൾ അവിടെ ഇല്ലെന്ന് മിസ്സസ് പറഞ്ഞതോ? അത് ഞാൻ ഇന്നലെ രാത്രി കാറ്റ് കൊള്ളാൻ ടെറസിൽ കിടന്നപ്പോ ആ വിവരം ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. എന്തിനാ പണിക്കരെ കള്ളം പറയുന്നത്? ഇന്നലെ രാത്രി നിങ്ങൾ കാറിൽ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഞാൻ എല്ലാം തുറന്നു പറയാം. എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ രാത്രി ഞാനൊരാളെ കാണാൻ പോവുകയായിരുന്നു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ഞാൻ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് അടുത്ത മാസം 7-ാം തീയതി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ പണിക്കർ ഒരു ആശംസാ പ്രസംഗം നടത്തണം. പിന്നെ അസോസിയേഷന് നല്ലൊരു തുക സംഭാവനയും തരണം. പിന്നെന്താ, നല്ല കാര്യല്ലേ. ഞാൻ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തയക്കാം. ഇയാളെ കൊടുത്തത്? ഇയാളാണല്ലോ സ്വന്തം ആള്. മുതലാളിയാണ് കൊല നടത്തിയതെന്ന് CI അറിഞ്ഞു അല്ലേ? അവര് തപ്പി അകത്താക്കുമോ? തന്റെ തന്തയെ തപ്പി അവരകത്താക്കും. എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു പെട്ടിയെടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞില്ല. വീട്ടിൽ പോവുകയാണെങ്കിലും വേണു എന്നോട് പറയാതെ പോവില്ല. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായി മടങ്ങി വരുമെന്ന് ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ടാ പോയത്. കൂട്ടുകാരെല്ലാം കൂടി വേണുവിന്റെ നാട്ടിൽ പോയിരിക്കുക. വേണു ഇവിടെ ചെന്നിട്ടുണ്ടോന്നറിയാൻ. അവരെപ്പോ മടങ്ങി വരും? വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. പക്ഷെ ഇപ്പൊ ഇൻഫ്ലുവൻസാ പിടിച്ച് കിടക്കുകയാണ്. വേണു എവിടെ? ഏത് വേണു? ആരുടെ വേണു? എടുത്തു വേണു. അഭിനയൊക്കെ അങ്ങ് കയ്യിലിരിക്കട്ടെ പണിക്കർ സാറേ. ഞങ്ങളുടെ കൂട്ടുകാരൻ വേണു എവിടെന്നാ ചോദിച്ചത്. എന്റെ പോക്കറ്റിൽ എടുത്തോ. ഈ ചിരി വേണ്ട, പിന്നെ കരച്ചിലാവും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വേണുവിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അതറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. എന്നാലേ അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അറിയില്ല അറിയില്ല അറിയില്ല. ആളെ കാണാനല്ലേ പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്ക്. പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത് എന്താ കാര്യം? തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞതുപോലെ വേണുവിന്റെ ചേട്ടൻ വരുമ്പോഴും പറയണം. എടോ, ആരാ ഈ ചേട്ടൻ? സിസ്റ്റർ ആയിരിക്കും. അയ്യോ 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 അയ്യോ. എന്താടാ? എടോ പേപ്പട്ടി, നിന്ന് കിതയ്ക്കാതെ കാര്യം പറ. ചതിച്ചു മുതലാളി. മരിച്ചുപോയ വേണുവിന്റെ ചേട്ടൻ. ചേട്ടൻ? അവര് ഇരട്ടകളാ. അതില് ചേട്ടൻ CBI ഓഫീസറാ. അന്തരീക്ഷം അപകടരഹിതമാണ് സർ. നഗ്ന നേത്രത്തിൽ ഇവിടെ ശത്രുക്കളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. യു ക്യാൻ കം ഔട്ട് സർ. സാറിന് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ബോംബെ ഗലിയിലേക്ക് ഫോൺ ചെയ്തൊരു വാടക കൊലയാളിയെ ഈസിയായിട്ട് സംഘടിപ്പിച്ചു തരുമായിരുന്നല്ലോ. മിണ്ടിപ്പോരുത്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുഴി കൊണ്ട് ചടിച്ചിട്ട് ഇപ്പൊ ബോംബെ ഗലി. എനിക്ക് കളി വരുന്നുട്ടോ. അല്ലാതെ ഒരു കൊല ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് മുതലാളി തന്നെ പറയണം.
മിസ്റ്റർ പണിക്കർ അല്ലേ? അതെ. വി ആർ ഫ്രം ദ CBI. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഐ ആം CBI ഓഫീസർ കൃഷ്ണകുമാർ. ഇതെന്റെ അസിസ്റ്റന്റ് മുകുന്ദൻ. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ വന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാം? എന്തിനാണ് പറയൂ. അല്ല, പണിക്കർ സാറിന് തെറ്റുപറ്റിയതാണ്. സാറിന് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. എന്നോടൊന്നും ചോദിച്ചില്ല. ക്ഷമിക്കണം സാർ, എനിക്കൊന്നും അറിയില്ല. വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ പരിചയമുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. മുകുന്ദൻ സാർ, കമൺ. 11-ാം തീയതി രാത്രി പണിക്കർ എവിടെയായിരുന്നാ പറഞ്ഞത്? ഹോട്ടലിൽ. കടപ്പുറത്ത്. കൊച്ചിയിൽ. കൊച്ചിയിൽ കടപ്പുറത്തുള്ള ഹോട്ടലിൽ. പറ്റോ? ഞങ്ങൾ ഇനിയും വരും. CBI എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നോട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ്. മുകുന്ദൻ, let's go. എന്റെ ജീവിതം നായാക്കി. ഓടെ നായേ. ലക്ഷ്മി കുഞ്ഞെ, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് മോളെ. വേണു വേണു ഇനി മടങ്ങി വരുന്ന കാര്യം സംശയമാണ്. CBI. നിങ്ങളെല്ലാവരും മിസ്റ്റർ വേണുഗോപാലിന്റെ ട്രൂപ്പിലെ അംഗങ്ങളാണോ? അതെ സാർ. സാർ, ഡമ്മി ഇവിടെയും കൂടി ഇട്ട് നോക്കിയാലോ? വേണ്ടിവരും. സുഹൃത്തിന്റെ മരണത്തിലുള്ള ദുഃഖം ആരുടെയും മുഖത്ത് കാണാനില്ലല്ലോ. കൊല്ലപ്പെട്ട വേണുഗോപാലിനെ നിങ്ങൾ അവസാനമായി കണ്ടതെന്നാണ്? കഴിഞ്ഞ 11-ാം തീയതിയാണ് സാർ. മിസ്റ്റർ വേണുഗോപാൽ എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു? ആള് വെറും കഞ്ഞിയും വെഡിയും വിവരം കെട്ടവനും തെമ്മാടിയുമായിരുന്നു. ഈ മരണം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു തികഞ്ഞ മദ്യപാനിയും സ്ത്രീലമ്പടനും ബലാത്സംഗ വീരനുമായിരുന്നു. അവരെ ഇഞ്ചിഞ്ചായി അതെ, മുകുന്ദൻ. ഇതാണ് മിസ്റ്റർ മുകുന്ദൻ തൊട്ടിലങ്ങാടി. തൊക്കിലങ്ങാടി. തൊക്കിലങ്ങാടി. പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഇപ്പം ലീഡിംഗ് പ്രൊഫഷണൽ ഡ്രാമ ആക്ടർ. പൊടി പൊടിക്കുന്നു. എന്റെ മരണവും ഇരട്ട സഹോദര പ്രയോഗമൊക്കെ നന്നായി ഏറ്റിരിക്കുക. കള്ളി വെളിച്ചത്തായി കേട്ടോ. കഷ്ടമുണ്ട് കേട്ടോ. ലക്ഷ്മി നേരെ ചൊവ്വെ ആഹാരം കഴിച്ചിട്ട് ദിവസം കുറേയായി. നിങ്ങൾ ഇവിടെ. വെരി സോറി. കുറച്ചു ദിവസം കൂടി എല്ലാം രഹസ്യമാക്കി വെച്ചേ പറ്റൂ. ഇക്കണക്കിന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോടും പറയില്ലായിരുന്നു അല്ലേ? തീർച്ചയായും. ഇനിയെങ്കിലും പറയൂ, എന്താ ഉണ്ടായത്? എല്ലാം പറയാം. പണിക്കരുടെ ഗ്രൂപ്പിൽ നിന്നും മാറി വന്ന ഡ്രൈവർ അപ്പുക്കുട്ടനും ഞങ്ങളും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു എല്ലാം. 11-ാം തീയതി രാത്രി
ഇൻവെസ്റ്റിഗേഷൻ ഒരു മോറൽ സപ്പോർട്ടായി നമ്മുടെ നടനെയും കൂടെ കിട്ടിയതുകൊണ്ട് ഇതുവരെയുള്ള സംഗതികളെല്ലാം ക്ലീൻ. ഞാൻ ഓടിപ്പോയി ലക്ഷ്മി വിവരം അറിയിക്കട്ടെ? വേണ്ട, തൽക്കാലം ഈ ഒരു ഇമ്പാക്ട് നിലനിർത്താൻ വേണ്ടി രഹസ്യങ്ങളൊന്നും ലക്ഷ്മി അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ നമ്മുടെ അടുത്ത പരിപാടി മോന്തൻ സർ. come on. ഏത് നിമിഷവും ഇവിടെ ചോദ്യം ചെയ്യാൻ വരുമെന്ന CBI-ക്കാര് വിളിച്ചു പറഞ്ഞത്. എന്റെ കാർത്തിയാനി, ദൈവത്തോർത്ത് നീ മണ്ടത്തരൊന്നും പറയരുത്. ഇതെന്തൊരു കൂത്ത്? മനുഷ്യ, നിങ്ങളുടെ പേടിയും വെപ്രാളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ആ പാട്ടുകാരനെ കൊന്നത്? പതുക്കെ പറ കാർത്തിയാനി. അതുകൊണ്ടല്ല, നമ്മൾ ചെയ്യാത്ത കുറ്റം വരെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ മിടുക്കന്മാരാ CBI-ക്കാര്. എനിക്കറിയോ എന്തെല്ലാം പരിപാടികളാണെന്നറിയോ അവരുടെ കയ്യില്. നല്ല ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് ദേഹത്തൊക്കെ വെക്കും. എന്നിട്ട് ചവണ കൊണ്ട് കയ്യിലെയും കാലിലെയും നഖങ്ങൾ വലിച്ചു പിഴും. എന്നിട്ട് ആ ഗ്യാപ്പിൽ മുളക് പൊടി വിതറി തുണി ചുറ്റും. എന്നിട്ട് കയ്യിലും കാലും പിടിച്ച് പിരിച്ചെല്ലാം. ഇങ്ങനെയൊക്കെയാണ് അവര് സത്യങ്ങൾ തെളിയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോണ്ട് വരികയായിരുന്നു. എന്റെ ഈശ്വര, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ? അവരാ വരുന്നേന്ന് തോന്നണേ. കാർത്തേനി, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ കൂടെ നിന്നോളൂ കേട്ടോ. നിനക്ക് പേടിയിട്ട് ഇങ്ങനെ നീങ്ങിയിരുന്നു. പേടിയുള്ളവരൊക്കെ ചുറ്റും നിന്നു. സാറന്മാര് ഇരുന്നട്ടെ, ഇരുത്താൻ നോക്കണ്ട. 11-ാം തീയതി രാത്രി ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. രാത്രി മുഴുവൻ ആഴ്ചപ്പുറത്തും വായിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. ഊണം കഴിച്ച് രാത്രിയിൽ എത്ര മണിക്ക് കിടന്നെന്ന് പറയാനാ പറഞ്ഞത്? പറഞ്ഞതുപോലൊക്കെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? കാർത്യായനി എന്നല്ലേ പേര്? അയ്യോ, എങ്ങനെ അറിയാം? ഒരു മിനിറ്റ് വരൂ. ഞാൻ ശരിപ്പെട്ട് തരാമെന്നേ. ഇങ്ങോട്ട് മാറിക്ക. അതിനടിക്ക് കൊണ്ടാണ് ടൈലറാ. ഇതിനു മുമ്പ് ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടോ? എന്താണ്? കോഴിയെ കൊന്നിട്ടുണ്ടോന്ന് പറ. 5 അടി. എന്താ ഈ ചെക്കൻ കാണിക്കുന്നേ? അവിടെ ചെന്നേക്ക്. വലിച്ചവന് ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്നോ. 5 അടി 9 ഇഞ്ച്. അവന് ശവപ്പെട്ടി ഉണ്ടാക്കാനാ ഇവിടെ. മിസസ് കാർത്യാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എല്ലാം എനിക്കിഷ്ടമാ. എന്നാലും കൂടുതൽ ഇഷ്ടം ദോശയും ചമ്മന്തിയാ. പക്ഷെ അദ്ദേഹത്തിന് ചെലവൊന്നും ഇഷ്ടമല്ല. 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടാൻ മാർഗമുണ്ടോ? അയ്യോ, ഇത് ഇപ്പൊ കൊണ്ടുവരാം. ശരി, പൊയ്ക്കൊള്ളൂ. അത് ശരി. അപ്പൊ 11-ാം തീയതി രാത്രി എവിടെയായിരുന്നാ പറഞ്ഞത്? ഞങ്ങൾ 3 പേരും കടപ്പുറത്ത് കാറ്റ് കൊള്ളുവാൻ പോയിരുന്നു. മൂന്തൻ സാർ. ഡമ്മി റെഡിയാണോ? ശരിയാണ് സാർ. ഡമ്മി ടെറസിലേക്ക് വെക്കുള്ളൂ. സാർ. മദ്യപിക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. ഡെയിലി. ദാറ്റ്സ് ഗുഡ്. എല്ലാവരും വരൂ. എക്സ്ക്യൂസ് മീ സാർ. യെസ്. ഡമ്മി റെഡി. താഴേക്ക് ഇടട്ടെ. ഇടൂ. ഇറ്റ്സ് എ ഫോൾ ഫ്രം ഹൈറ്റ് സർ. ഐ കം ഡൗൺ സർ. ഈ ബിംബം എന്തിനാ ഇവിടെ ഇട്ട് നോക്കണേ? കൊലപാതകം നടന്നത് ഇവിടെയല്ലല്ലോ. പിന്നെ എവിടെയാണ്? അല്ല, ഇവിടെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ഉണ്ടായത്? ഒരിടത്തും ഉണ്ടായിട്ടില്ല. വെരി സിമിലർ ടു കൂത്താട്ടുകുളം കേസ് സർ. മൾട്ടിപ്പിൾ ഇഞ്ചുറി ലീഡിംഗ് ടു എക്സ്ട്രാക്ഷൻ ഓഫ് ബ്രെയിൻ. ഓ മൈ ഗോഡ്. നിങ്ങളുടെ മകൾ എവിടെ? അകത്തുണ്ട്. നിങ്ങൾ ഇയാളെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. ആരും കൂടെ വരണ്ട. ഇങ്ങോട്ട് പോരെ. എല്ലാരും കൂടി അകത്ത് പോകുന്ന തോന്നണേ. മിസ് ലക്ഷ്മി അല്ലേ? അതെ. ഐ എം കൃഷ്ണകുമാർ ഫ്രം CBI. വേണുവിന്റെ ഇരട്ടപ്പെട്ട സഹോദരനും കൂടിയാണ്. വേണുവും നിങ്ങളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അല്ലേ? അതെ. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കും. സാർ പറയുന്നത്? യെസ്. എങ്ങനെയാണ്, ആരാണ് എന്നൊന്നും ചോദിക്കരുത്. വേണു കൊല്ലപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ജീവിതം കളയാതെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുക. ബി പ്രാക്ടിക്കൽ. കുട്ടിക്കൊരു പുതിയ ജീവിതം തരാൻ ഞാൻ തയ്യാറാണ്. എന്തു പറയുന്നു?
ഇത്ര മീനായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അയാൾ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും ശരി, വേറൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ബട്ട് ലക്ഷ്മി, ലീവ് മീ അലോൺ സർ. ഓക്കെ.